ലെൻസ് കാട്ടില് കുറി തൊടാൻ പറ്റില്ല, ചരട് ധരിക്കാൻ പറ്റില്ല, പൊട്ട് തൊടാൻ പറ്റില്ല. പിന്നെ എന്താണ് ധരിക്കാൻ പറ്റുന്നത്? അല്ലെ, ഹിജാബ് ധരിക്കാൻ പറ്റും. ഇതാണ് അവരുടെ പോളിസി. ആർക്കുള്ള പോളിസി? സ്റ്റാഫിന്റെ നിബന്ധന. നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാം, പക്ഷെ നിങ്ങൾ ഒരിക്കലും കുറി തൊടാൻ പാടില്ല, പൊട്ട് തൊടാൻ പാടില്ല, തിലകം ഒട്ടും ചാർത്താൻ പാടില്ല, ചരട് കെട്ടാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് ഹിജാബ് മാത്രം ധരിച്ചുകൊണ്ട് വരാം. കേട്ടിട്ട് വിചിത്രമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെയാണ് ലെൻസ് കാർട്ട്. ലെൻസ് കാർട്ട് സ്റ്റാഫ് യൂണിഫോം ആൻഡ് ഗ്രൂമിംഗ് ഗൈഡ് എന്ന തലക്കെട്ടിലുള്ള ഒരു രേഖ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് വിവാദം ആരംഭിച്ചത്. ഇതിൽ ലെൻസ് കാർട്ട് ജീവനക്കാർ കുങ്കുമം, ബിന്ദി എന്നിവ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. പക്ഷേ ഇതേ പേജിൽ തന്നെ ഹിജാബ് അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു വിവാദങ്ങൾക്ക് കാരണമായത്. പോസ്റ്റ് വൈറലായതോടെ കമ്പനിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഹിന്ദു ജീവനക്കാർക്ക് കുങ്കുമം എന്നിവ നിഷേധിക്കുകയും ഹിജാബ് അനുവദിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്നാണ് പലരും കുറിച്ചത്. ലെൻസ് കാർട്ട് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുമെന്നും പലരും ഭീഷണി മുഴക്കി. വിദേശികൾ പോലും നമ്മുടെ പാരമ്പര്യത്തെ മാനിക്കുമ്പോൾ ഇന്ത്യൻ കമ്പനികൾ ഇങ്ങനെ പെരുമാറുന്നത് ലജ്ജാകരമാണെന്നും കമന്റുകളിൽ വന്നു നിറഞ്ഞു. അതേസമയം വർഷങ്ങളായി കമ്പനി ഗ്രൂമിംഗ് പോളിസി പലതവണ പരിഷ്കരിച്ചിട്ടുണ്ടെന്നും നിലവിൽ ഓൺലൈനിൽ പ്രചരിക്കുന്ന പതിപ്പ് കാലഹരണപ്പെട്ടതാണെന്നും ലെൻസ് കാർട്ടിന്റെ സ്ഥാപകനും സിഇഒയുമായ പീയൂഷ് ബൻസാൽ വ്യക്തമാക്കി. കമ്പനി അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ പതിവായി അവലോകനം ചെയ്യുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥാപകനും സിഇഒയും എന്ന നിലയിൽ ബൻസാൽ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പക്ഷേ ഇത് ഞാൻ നേരത്തെ കണ്ടെത്തേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്തി. അതേസമയം കമ്പനിയുടെ ലെൻസ് കാർട്ടിന് ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ടി വരുമെന്ന് ആര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ലെൻസ് കാർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പെക്സിന്റെ അതാണ്. അപ്പോൾ അവരിങ്ങനെയൊക്കെ ഒന്ന് കാണിക്കണമെങ്കിൽ എന്തായിരിക്കും അതിനെ പിറകിൽ? നമ്മൾ എല്ലാവരും ഏപ്രിൽ ആദ്യവാരം TCSന്റെ കഥ കേട്ട് വന്നേയുള്ളൂ. അതായത് നിർബന്ധിത മതപരിവർത്തനവും ലൈംഗിക ചൂഷണവും നടത്തുന്ന TCSന്റെ കഥകൾ നമ്മളെല്ലാം കേട്ടിട്ടേയുള്ളൂ. ഇപ്പോൾ അത് അനുഭവത്തിൽ വരികയും ചെയ്തു. അവിടെയുള്ള സ്ത്രീകളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയും ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുകയും മറ്റു മതസ്ഥരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുകയും ചെയ്യുകയാണ് TCSല് നാശിക്കിൽ, അതായത് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ TCS നടക്കുന്ന അറിയാ കഥകൾ. അത് പുറത്തു വന്നത് ഒരു പെൺകുട്ടി പോലീസിൽ പരാതിപ്പെടുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ വേഷം മാറി, അവരുടെ രൂപം വരെ മാറി, പേര് മാറി, ഐഡന്റിറ്റി മാറി, അവരവിടെ ജോലി ചെയ്ത് അതിൽ നിന്നും വ്യക്തമായ തെളിവുകൾ സമാഹരിച്ച് പുറത്തേക്ക് വന്ന് കംപ്ലൈന്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 8ഓളം പരാതികളാണ് TCSനെതിരെ വന്നിരിക്കുന്നത്. അതിൽ 9 FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 11ഓളം ആളുകളെ, ടീം ലീഡേഴ്സ് ഉൾപ്പെടെ HR മാനേജർ ഉൾപ്പെടെ അറസ്റ്റിലാവുകയും ചെയ്തു. അതിന് നിധി ഖാൻ എന്നൊരു സ്ത്രീ, വൈറ്റ് കോളർ ടെററിസം എന്നൊരു വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വൈറ്റ് കോളർ ടെററിസം ഏറ്റവും പോപ്പുലർ ആയത്, അത് മലയാളികൾക്കിടയിൽ കൂടുതൽ പരിചിതമായത് ദില്ലി ബോംബ് ബ്ലാസ്റ്റിലൂടെയാണ്. അതിൽ മുഹമ്മദ് നബി എന്നൊരു ആളാണ് ചാവേറായിട്ട് വന്ന് അത്രയും ഒരു ബ്ലാസ്റ്റ് അവിടെ ഉണ്ടാക്കിയത്. മാത്രവുമല്ല, ആ ഒരു തീവ്രവാദി മുഹമ്മദ് നബിയുമായിട്ട് ബന്ധമുള്ള അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഷഹീൻ എന്നൊരു സ്ത്രീയുമായിട്ട് ഈ നിധി ഖാന് അഭേദ്യമായിട്ടൊരു ബന്ധവുമുണ്ടെന്ന് വരുന്നുണ്ട്. മാത്രവുമല്ല, ഇതിന്റെ പുറകിലെല്ലാം വിദേശത്തു നിന്ന് വരുന്ന ഒരു പണമാണ് ഇതിനെല്ലാം സൂത്രധാരൻ എന്ന് വന്നിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടുത്തരമായില്ലേ? കാരണം FCRA എന്നൊരു ഫണ്ട്, ഇതിന്റെ എല്ലാം അടിസ്ഥാനം വിദേശ ഫണ്ടാണ്. ആ വിദേശ ഫണ്ട് ഇവിടെ വരുന്നതിന് ഒരു കടിഞ്ഞാണിടുന്ന ഒരു നിയമമാണ് FCRA ഭേദഗതി ബില്ല്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേന്ദ്രം ആ ബില്ല് പാസ്സാക്കി. ആ ബില്ലിനെതിരെ ഇവിടെ എന്തൊക്കെ പൊല്ലാപ്പാണ് ഉണ്ടായത്? കാരണം അത് സഭകൾക്കെതിരെ ആ ബില്ലിനെതിരെ കുറച്ച് സഭകളും കുറച്ച് വ്യക്തികളും രംഗത്ത് വന്നിരുന്നു. എന്നാൽ ശരിക്കും FCRAയിൽ എന്താണ് പറയുന്നത്? അതായത് വിദേശത്ത് നിന്ന് ഏതൊക്കെ പണം വന്നു, ആ പണം എങ്ങനെയൊക്കെ വിനിയോഗിക്കപ്പെട്ടു എന്ന് വ്യക്തമായ കണക്കുകൾ വേണമെന്നാണ്. നേരത്തെയുള്ള ഒരു ബില്ലാണ്. ഈ ബില്ല് ആദ്യമായിട്ട് കൊണ്ടത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ ചില ആളുകൾക്ക് വന്നിരിക്കുന്നത്. ദീപിക പത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ആനടിച്ചിരിക്കുന്നത് ഇവർക്കെതിരെ. അതായത് ആർക്കെതിരെ? കേന്ദ്ര സർക്കാരിനെതിരെ. എന്തോ വലിയ പാപമാണ്, കത്തോലിക്ക സഭയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇപ്പോൾ തന്നെ വാർത്തയിൽ വ്യക്തമായിട്ടുണ്ട്, വിദേശത്തു നിന്ന് വന്ന ഫണ്ടാണ് ഈ നിർബന്ധിത മതപരിവർത്തനത്തിനും അതുപോലെ ലൈംഗിക ചൂഷണത്തിനും വൈറ്റ് കോളർ ടെററിസത്തിനും എല്ലാം കാരണക്കാരെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ലെൻസ് കാർട്ടിന് എന്താണ് പ്രശ്നം? അവിടെ ഇപ്പൊ നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് സ്പെക്സ് വെക്കണമെങ്കിൽ, നമ്മൾ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കണ്ണട വെക്കണമെങ്കിൽ, സ്പെക്സ് വെക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്നത് ലെൻസ് കാർട്ട് ആയിരിക്കും. ആ ലെൻസ് കാർട്ടിൽ പോയിട്ട്
നിങ്ങള് കുടു തൊടാൻ പാടില്ല, അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കുടു തൊടുന്നവർക്ക് നിങ്ങൾ ആ സ്പെക്സ് തന്നെയല്ലേ കൊടുക്കുന്നത്. ഇത്രയും നാള് നിങ്ങൾ എങ്ങനെയാ കൊടുക്കുന്നത് നമുക്ക് അറിയത്തില്ല, ഇനി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. കാരണം എന്നാൽ ഈ ഒരു പ്രശ്നം രൂക്ഷമായപ്പോൾ അവിടുത്തെ സിഇഒ, അതായത് ലെൻസ്കാർട്ടിന്റെ സിഇഒ പറഞ്ഞിട്ടുണ്ട് ഇത് പഴയ ഒരു സ്റ്റാഫിന്റെ പോളിസി ആയിരുന്നു, ഞങ്ങൾ അത് ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് എപ്പോഴാണ് ഭേദഗതി ചെയ്തത്? 2026 ഫെബ്രുവരി 17 തീയതിയാണ് ഇത് ഭേദഗതി ചെയ്തത്. അത്രയും നാള്, അതായത് ഈ വർഷങ്ങളിലെല്ലാം ഈ 2026 ഫെബ്രുവരി 17 വരെ ഈ ഒരു പോളിസി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും നിങ്ങൾക്കൊക്കെ ഹൈന്ദവരോട് എന്താണ് പ്രശ്നം? കുടു തൊട്ടാൽ എന്താണ് പ്രശ്നം? ഹിജാബ് ധരിക്കുന്ന മാത്രം നിങ്ങൾക്ക് കുഴപ്പമില്ല, ബാക്കിയുള്ള മതങ്ങളെ അവഹേളിക്കാൻ നോക്കുകയാണോ, അതോ മതസ്പർദ്ധ വളർത്തി തമ്മിൽ അടുപ്പിക്കാൻ നോക്കുകയാണോ? ഇതാണ് അറിയേണ്ടത്. ഒരു പറ്റം ആളുകൾ ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ നമുക്കിടയിലുണ്ട്. തമ്മിൽ തല്ലി അടുപ്പിക്കാനും രക്തം വാർന്നു കുടിക്കാനും ഈ നാട്ടിലെ ബാക്കിയുള്ള മതസ്ഥരെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. ഇപ്പോൾ വൈക്കോൽ ടെറസും ഒക്കെ അങ്ങ് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. കാരണം പണ്ടൊക്കെ തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവർ എന്നുള്ള ഒരു മൈൻഡാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. വൈക്കോൽ, അതായത് വിദ്യാഭ്യാസമുള്ള തൊഴിൽ രംഗം എന്ന് പറയുന്നത് അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ റിപ്പോർട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ അതേപോലെ ഡോക്ടേഴ്സ് ആയിരിക്കാം. ഇങ്ങനെ പല പല പ്രൊഫഷൻസ്, IT പ്രൊഫഷൻസ് ആയിരിക്കാം. ഇങ്ങനെ പല പ്രൊഫഷണലിസ്റ്റുകളാണ് ഈ തീവ്രവാദത്തിലേക്ക് വഴിതെറ്റി പോകുന്നത്. അതിന്റെ കാരണമാണ് നമുക്ക് പലർക്കും അറിയാത്തത്. ഇതിന്റെ അറിയാക്കഥകൾ എന്തോരം ബാക്കിയുണ്ടെന്ന് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ TCS IT കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഇത് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവർക്ക് വർക്ക് ഫ്രം ഹോം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ആ കമ്പനി തുറന്ന് പ്രവർത്തിക്കുന്നില്ല, വർക്ക് ഫ്രം ഹോമിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ ലെൻസ്കാർട്ടില് നോർത്ത് ഇന്ത്യയിലൊക്കെ ആനടിച്ചിരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സംഭവം വന്നിട്ട് പല ലെൻസ്കാർട്ട് യൂസേഴ്സും അവരുടെ സ്പെക്സ് ഒടിച്ചു കളഞ്ഞ വീഡിയോ വരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ കുങ്കുമം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വന്നിട്ട് ലെൻസ്കാർട്ടിന്റെ ഷോപ്പിൽ കയറി വന്ന് അവിടെയുള്ള സ്റ്റാഫിന് തിലകം ചാർത്തി കൊടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഒന്നുകൂടി ഒരു പബ്ലിസിറ്റി കിട്ടി. പക്ഷെ ലെൻസ്കാർട്ടിന് നല്ലൊരു പേരല്ല കേട്ടോ അത് കിട്ടിയിരിക്കുന്നത്. അതിന് കിട്ടിയിരിക്കുന്നത് മതസ്പർദ്ധ വളർത്തി മതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും മറ്റുള്ള സഹപ്രവർത്തകരുടെ മനസ്സിലേക്ക് ഈ ഒരു വിഷം ഇഞ്ചക്ട് ചെയ്യുന്നത് തുല്യമായിട്ടാണ് നിങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അത്ര നല്ല പ്രവൃത്തിയല്ല. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ശരിക്കും ഭയക്കണം. കാരണം നമുക്ക് ചുറ്റും തന്നെ നമ്മൾ ശത്രുക്കളുമുണ്ട്. ദുരന്തർ മൂവിയിൽ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ശത്രു ഇന്ത്യ തന്നെയാണ്, അല്ലാതെ രണ്ടാമതേ ഉള്ളൂ പുറമേന്ന് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് തുല്യമാണ് ഇത്.